മലയിലോട്ട് പോകുന്നതാണ്. നല്ല മഴയുണ്ട്. എങ്ങോട്ട് നോക്കാം അവിടെ ചെന്ന്. മുമ്പ് നമ്മൾ പോയപ്പോഴും നല്ല മഴയായിരുന്നു. അത് നല്ലൊരു വൈബാണ്. ഇന്നും നല്ല മഴയുണ്ട്. എങ്ങോട്ട് നോക്കാം. നൈസ് വൈബാണ്. ചാലയാണ് തൊട്ട് പറയുന്നത്. നോക്കട്ടെ, തെറ്റിപ്പോകുന്ന സംശയമുണ്ട്. ഇനി 11 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരാം. ചായ കുടിക്കുന്നു. തീയാടിക്കൽ നമ്മൾ ചായ മുടങ്ങി കുടിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാൻ പറ്റും. ശാലമ ആൻഡ് ശാലി ചായ കുടിച്ചിട്ട് തുടങ്ങാൻ. ചായ 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 3 ചായ കോഫി ചേട്ടാ ഒരേ ഏത്തയ്ക്കാപ്പം. തീയാടിക്കലാണ്. അങ്ങനെ വെക്കുന്നു. ചേട്ടാ ഒരു ഉള്ളിവട. ചേട്ടാ ഉള്ളിവടാണ്. എനിക്ക് മാത്രം ചേട്ടാ ഉള്ളിവട. 3 4 അല്ല 3 ചായ ഒരു കാപ്പി. എടാ ചായ എന്തെങ്കിലും പറയണം. എന്തോ കഷ്ടമുണ്ട്. നിങ്ങൾ വ്ലോഗിൽ ഫസ്റ്റ് ടൈം വന്നത്. പരിപ്പടക്ക് നല്ല പരിപ്പോടെ കൂടിപ്പോയി ഗൈസ്. പരിപ്പ് കൂടിപ്പോയി. പരിപ്പ് കൂടിപ്പോയി. ഏത്തയ്ക്കാപ്പത്തിൽ പഴംപൊരിയാണ് സാധനം. നൂനമൻ്റെ കണ്ടുപിടുത്തമാണ്. മുട്ട പപ്സി. മുട്ട ഞാൻ കൊടുക്കാം. വീണ്ടും അവിടെ ചെന്നില്ല. എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ പ്ലേസ്. ആകപ്പാറയുടെ അടുത്ത് ഏകദേശം എത്താറായിരിക്കുകയാണ്. ഇടിച്ച് എല്ലാ കാര്യം നീണ്ട ഇൻഡിക്കേറ്ററാണ് പോയി ഇടിച്ച്. അല്ല ലൈറ്റാണ് ഇടിച്ച്. ഞങ്ങളങ്ങനെ ഞങ്ങളങ്ങനെ നാഗപ്പാറ എത്തിയിരിക്കുകയാണ്. മഴയുണ്ട്. അന്ന് വന്ന സെയിം കാലാവസ്ഥയാണ് ഇപ്പോഴും. ഈ കാടിനുള്ളിൽ കൂടി, ഘോര വനത്തിനുള്ളിൽ കൂടെ ഞങ്ങൾ പാറയിലോട്ട് എത്തിച്ചേർന്നത്. നമുക്കിവിടെ എവിടെ പോവാം. നടന്നു പോകാൻ പോരും. അപ്പോൾ ബൈക്കുകൊണ്ട് കയറത്തില്ല അവിടെ. മോന് അഡ്വഞ്ചർ ട്രിപ്പിന് വേണ്ടി ബൈക്ക് എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങാം. വേണ്ട.
വേണേ ഹെൽമെറ്റ് വേണ്ട, ഹെൽമെറ്റ് എടുക്കട്ടല്ലേ. മോനും ആദ്യം നടക്കണം. പുലിവെല്ലാം വന്ന ആദ്യം എന്നെ അതിനല്ലാതെ ഞങ്ങൾക്ക് പോടാലോ. എടാ ഇത് പിടിച്ചോണ്ട് പോടാ ഫ്രണ്ടില്. ചെരുപ്പ് കേട്ടോ. എടാ ഇത് പിടിച്ചോണ്ട് പോടാ ഫ്രണ്ടില്. ഒന്ന് പാടാ. എടാ നിന്നെ കിട്ടത്തില്ലല്ലേ, പൊക്കി പിടിക്കണം. നമുക്ക് മേലോട്ട് ഇങ്ങനെ അറിയാലോ. വേണ്ട വേണ്ട, നടന്നാൽ നല്ല കാട്. ഏത് ക്യാമറ ഇപ്പൊ ആയേക്കുന്നത്? രണ്ടും. ഇവിടെ കാട്ടിനുള്ളിൽ ഫോട്ടോഷൂട്ട് നടക്കുന്നു. ശാലാശാലി. ഞാൻ പറഞ്ഞില്ലേ വരും. എടാ എന്നാലും റിസ്ക് ഉണ്ട്. ഞങ്ങളിങ്ങനെ സ്ഥലത്തിലിട്ടിരിക്കുകയാണ്. നാഗപ്പാറയുടെ ദൃശ്യങ്ങളിങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീ അങ്ങോട്ട് ഇറങ്ങി. കോട നിറഞ്ഞ സ്ഥലം. നാഗപ്പാറ യുവവിദിനങ്ങൾ. മുന്നുമോൻ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട്. മോൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. കാട്ടിലൊക്കെ ഇരുന്നാണ് ഷൂട്ടിങ് നടക്കുന്നത്. എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. സാധാരണ ഇപ്പോൾ എടുക്കുന്ന 1 വർഷം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. ഇതെങ്കിലും നേരത്തെ കൊടുക്കണമെന്നുള്ള പ്രതീക്ഷയിലാണ് എടുപ്പിക്കുന്നത്. ആ വഴിയിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു അരുവി. എന്നാൽ അരുവി എടുത്ത് ഒരു ഫോട്ടോ എടുത്തിരുന്നു. അങ്ങ് നല്ല കോടയൊക്കെ കാണുന്നുണ്ട്. അടുത്ത മഴയ്ക്ക് മുമ്പ് ഒരു ഫോട്ടോ എടുക്കാമായിരുന്നെങ്കിൽ. ഒന്ന് ചെവി ഒത്തു വന്ന് നോനോട്. ഗൈസ് നാഗപ്പാറ അങ്ങനെ കോട ഇറങ്ങിയിരിക്കുക. കോട തിരിച്ച് മടങ്ങുകയാണ്. ഗൈസ് ഞങ്ങളങ്ങനെ നാഗപ്പാറയോട് വിട പറഞ്ഞ് തിരിച്ച് മടങ്ങുകയാണ് വീട്ടിലേക്ക്. കോട നന്നായിട്ട് കയറുന്നുണ്ട്. എവിടെ വരെ കയറുമെന്നും അറിയില്ല. നമ്മൾ തിരിച്ചേതെല്ലാം മടങ്ങുകയാണ്. നല്ല മഴ, തെന്നി വീഴാൻ നല്ല ചാൻസാണ്. ഞങ്ങൾ കൊണ്ട് അങ്ങ് താഴെ വരെ പോയി. ഇവിടുന്ന് ഇട്ടൊരു പുല്ലാണ്.
വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് നട്ടു നോക്കാം, കിളിക്കുമല്ലോ. എന്താ അവസ്ഥ എന്നറിയില്ല. നാഗപ്പാറയിലെ പുല്ല്. അതാ ഞാനും ആലോചിച്ചേ. കിട്ടില്ല, വരണ്ടേ. എടാ അവന്മാർ അവിടെ ഉണ്ടോ? അപ്പം പേടിക്കണ്ട, വണ്ടി അവിടെ ഉണ്ട്. എടാ ഒരു ഹെൽപ്പ് ചെയ്യോ? ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യോ? 2 കാര്യം അതിലായിരുന്നു അവിടെ ഇരുന്നേ. ഒന്ന് പിടിച്ച്. എടാ ഇവിടെ ജക്ക. അങ്ങനെ നാഗപ്പാറയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചും വീട്ടിലേക്ക് മടങ്ങുകയാണ്. കണ്ടോ എന്ത് നല്ല സ്നേഹമുള്ള ഭർത്താവ്. തല കിട്ടുന്നുണ്ട്. കണ്ടോ സ്നേഹമുള്ള ഭർത്താവ്. ശാലപ്പിന് ക്രിഞ്ച് അടിച്ചെന്നാ പറഞ്ഞു. പോവാം. ശരി, ഞങ്ങൾ മടങ്ങിയാ. അവിടെ മയിൽ അടിക്കുന്നു. മയിൽ ബാക്കി സാറിപ്പോൾ പുടയ്ക്കാൻ പോയി കിട്ടിയില്ല കേട്ടോ, മോശമാ. പുടയ്ക്കാൻ പോയി കിട്ടിയില്ല. ശാലുവിൻ്റെ കല്യാണത്തിന് നല്ലൊരു പണി എടുത്തായിരുന്നു. പുടയ്ക്കാൻ പോ കല്യാണത്തിന് വന്നവർക്കൊക്കെ അറിയാം. മിഠായി ചായ കുടിക്കാൻ വേണ്ടി മോനെ വെട്ടി അടിക്കുകയാണ്.